കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് കറണ്ട് അഫയേഴ്സ് ആണ് അല്ലേ. അപ്പൊ കറണ്ട് അഫയേഴ്സിലെ ഹോട്ട് ടോപ്പിക്സിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നിങ്ങൾ ആരെടുത്ത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പൊ നമ്മുടെ എക്സാം അടുത്തിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു സമയത്ത് മാക്സിമം നമുക്ക് കറണ്ട് അഫയേഴ്സ് ഹോട്ട് ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ആദ്യത്തെ വനിതകളെ പറ്റിയാണ്. അപ്പൊ ആദ്യ വനിതകൾ PSC ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ആ ടോപ്പിക് അങ്ങ് വേഗം കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത് ആദ്യ വനിതകളെ പറ്റിയാണ്. നമുക്ക് നോക്കാം. ബ്രിട്ടനിലെ ആദ്യ വനിതാ ധനമന്ത്രി ആരാണ്? ബ്രിട്ടനിലെ ആദ്യ വനിതാ ധനമന്ത്രി ആരാണ്? റേച്ചൽ റീസ് ആണ്. ആരാണ്? റേച്ചൽ റീസ് ആണ്. അപ്പൊ ബ്രിട്ടനിലെ അല്ലെങ്കിൽ ബ്രിട്ടീഷിലെ മന്ത്രിസഭയിലെ ബ്രിട്ടൻ മന്ത്രിസഭയിലെ അല്ലെങ്കിൽ ബ്രിട്ടനിലെ ആദ്യ വനിതാ ചാൻസലർ എന്നൊക്കെ ചോദിച്ചാൽ ആര് തന്നെയാണ്? റേച്ചൽ റീസ് തന്നെയാണ്. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ മെക്സിക്കോയുടെ പ്രഥമ അല്ലെങ്കിൽ ആദ്യത്തെ ഫസ്റ്റ് വനിതാ പ്രസിഡന്റ് ആരാണ്? മെക്സിക്കോയുടെ ആരാണ്? ക്ലോഡിയ ഷെൻബോം ആണ്. ക്ലോഡിയ ഷെൻബോം. അപ്പം ക്ലോഡിയ ഗോൾഡിൻ ആരാ? ക്ലോഡിയ ഗോൾഡിൻ നമ്മുടെ നോബൽ സമ്മാനം സാമ്പത്തിക ശാസ്ത്രത്തിന് 2023 നോബൽ പ്രൈസ് കിട്ടിയ വനിതയാണ് ക്ലോഡിയ ഗോൾഡിൻ. ഇതാരാണ്? ക്ലോഡിയ ഷെൻബോം മെക്സിക്കോയുടെ വനിതാ പ്രസിഡന്റ് ആണ്. ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആണ്. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത ആരാണ്? ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത നമ്മുടെ PT ഉഷയാണ്. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആരാണ്? അതും നമ്മുടെ PT ഉഷയാണ് കേട്ടോ. അപ്പൊ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ്, ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത ആരാണ്? PT ഉഷയാണ്. ക്ലിയർ അല്ലേ? അടുത്ത ടെസ്റ്റ് ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ താരം. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ താരം ആരാണ്? മിതാലി രാജാണ്. ആരാണ്? മിതാലി രാജാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടിയ ആദ്യ വനിതാ താരം. ഇനി രണ്ടാമത്തെ ആരാണ്? രണ്ടാമത്തെ ഷെഫാലി വർമ്മയാണ്. പഠിച്ചു വെച്ചേക്കുക കേട്ടോ. ആദ്യത്തെ മിതാലി രാജാണ്. രണ്ടാമത്തെ ഷെഫാലി വർമ്മയാണ്. ഓക്കെ അല്ലേ? നമ്മുടെ ഇന്ത്യയിലെ ആദ്യ വനിതാ IPS ഉദ്യോഗസ്ഥ ആരാണ്? കിരൺ ബേദി. ഇവരുടെ റീസെന്റ് ആയിട്ട് ഒരു ഓട്ടോബയോഗ്രഫി സംഭവം പുറത്തിറങ്ങിയിരുന്നു. അതുകൊണ്ടാണ് ഈ ന്യൂസ് വന്നത് കേട്ടോ. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ IPS ഉദ്യോഗസ്ഥ ആരാണ്? കിരൺ ബേദിയാണ്. ഇന്ത്യൻ നേവിയുടെ ആദ്യ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് ആരാണ്? അനാമിക രാജീവ്. നമ്മൾ എങ്ങനെയാ കണക്ട് ചെയ്തത്? നമ്മുടെ രോമാഞ്ച സിനിമയില് അനാമികയെ വെച്ച് കണക്ട് ചെയ്തല്ലേ. അനാമിക എന്താണ്? അവസാനം ബാഗിൽ കയറി വരുന്നതായിട്ട് നമ്മൾ അവസാനം ആ സീൻ അങ്ങനെയല്ലേ നിർത്തുന്നത്. ഇനി അവര് രക്ഷപ്പെടാൻ വേണ്ടി ഹെലികോപ്റ്ററിൽ കയറി പോവാൻ നിന്നപ്പം അല്ലെങ്കിൽ കപ്പലിൽ കയറി പോവാനായിട്ട് നിന്നപ്പോഴത്തേക്ക് ഹെലികോപ്റ്ററിൽ ആര് വന്നിറങ്ങി? അനാമിക വന്നിറങ്ങി. അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് വെച്ചാൽ അത് കിട്ടും കേട്ടോ. അടുത്ത വ്യോമസേനയിലെ ആദ്യ മലയാളി വനിത അഗ്നിവീർ. വ്യോമസേനയിലെ വ്യോമം എന്ന് പറഞ്ഞാൽ ആകാശമല്ലേ. ആകാശമാണ് വ്യോമം അല്ലെ. അപ്പൊ ആകാശത്ത് എന്തുണ്ട്? മേഘമുണ്ട് അല്ലെ. ഇങ്ങനെ മേഘങ്ങളുണ്ട് ആകാശത്ത് ഇങ്ങനെ ഒരുപാട് മേഘങ്ങളുണ്ട്. അപ്പൊ വ്യോമസേനയിലെ ആദ്യ മലയാളി വനിത അഗ്നിവീർ ആരാണ്? മേഘാ മുകുന്ദനാണ്. ആരാണ്? മേഘാ മുകുന്ദനാണ്. ക്ലിയർ ആയോ? ഓക്കെ. ഇനി കേരള കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ആദ്യ വനിതാ ഡയറക്ടർ. കേരള കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ആദ്യ വനിതാ ഡയറക്ടർ ആരാണ്? നീത കെ ഗോപാൽ. ആരാണ്? നീത കെ ഗോപാലാണ് കേരള കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ആദ്യ വനിതാ ഡയറക്ടർ. ഓക്കെ അല്ലേ? ഇനി അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ ആദ്യ വനിതാ വൈസ് ചാൻസലർ ആയ വ്യക്തി ആരാണ്? അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ ആദ്യ വനിതാ വൈസ് ചാൻസലർ ആയ വ്യക്തി ആരാണ്? നൈമ ഖാത്തൂൻ. ആരാണ്? നൈമ ഖാത്തൂൻ ആണ്. ഓക്കെ അല്ലേ? ഇന്ത്യയിലെ ആദ്യ ബ്രിട്ടീഷ് വനിതാ ഹൈക്കമ്മീഷൻ ആരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടീഷ് വനിതാ ഹൈ കമ്മീഷണർ ആരാണ്? ലിൻഡി കാമറൂൺ ആണ്. ആരാണ്? ലിൻഡി കാമറൂൺ ആണ്. പഠിച്ചു പൊക്കോ കേട്ടോ. അടുത്ത ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ജർമ്മൻ വനിത. ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരം ഈ വർഷം ലഭിച്ചത് ആർക്കാണ്? ജെന്നി എയർപെൻബെർഗിനാണ്. നമ്മൾ പഠിച്ചാണ്. ജെന്നി എയർപെൻബെർഗ് ജർമ്മനിക്കാരിയാണ്. അപ്പൊ ആദ്യമായിട്ടാണ് കിട്ടിയത് ഒരു ജർമ്മൻ വനിതയ്ക്ക്. എന്താണ്? കൈറോസ് എന്ന് പറയുന്ന കൃതിക്കാണ് കിട്ടിയത് അല്ലെ. കൈറോസ് എന്ന് പറയുന്ന കൃതിക്കാണ് കിട്ടിയത്. ഓർത്തു വെച്ചേക്കാം. ഓക്കെ.
ഇനി ടേബിൾ ടെന്നീസ് വനിതാ സിംഗിൾസ് റാങ്കിങ്ങിൽ ആദ്യ 25-ലെത്തുന്ന ആദ്യ ഇന്ത്യൻ താരം. ടേബിൾ ടെന്നീസ് വനിതാ സിംഗിൾസ് റാങ്കിങ്ങിൽ ആദ്യ 25-ലെത്തുന്ന ആദ്യ ഇന്ത്യൻ താരം ആരാണ്? മനിക ബത്രയാണ്. പഠിച്ചു വെക്കുക കേട്ടോ. അടുത്ത ഒളിമ്പിക്സിൽ ജൂറിയാകുന്ന ആദ്യ ഇന്ത്യൻ വനിത. ഒളിമ്പിക്സിൽ ജൂറിയാകുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ബിൽ കീസ്മീർ ആണ്. കീസ്മീർ കാശ്മീർ എന്ന് പഠിച്ചു വെക്കുക. കാശ്മീർ സ്വദേശിയാണ് കേട്ടോ. കാശ്മീർ സ്വദേശിയാണ് നമ്മുടെ ബിൽ കീസ്മീർ എന്ന് പറയുന്നത്. അപ്പൊ ഒളിമ്പിക്സിൽ ജൂറിയാകുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ബിൽ കീസ്മീർ ആണ്. ഓക്കെ അല്ലേ? സെറ്റാണ്. അടുത്ത 2024 മെയ്യിൽ ഗൂഗിൾ ഡൂഡിൽ ആദരിച്ച ഇന്ത്യയിലെ ആദ്യകാല ഗുസ്തി താരം ആരാണ്? ഇന്ത്യയുടെ ആദ്യകാല വനിതാ ഗുസ്തി താരം ആരാണ്? ഹമിത ബാനു ആണ് കേട്ടോ. ഹമിത ബാനു ആണ്. ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടുന്ന ആദ്യ സഹോദരി സഹോദരന്മാർ ആരാണ്? ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടുന്ന ആദ്യ സഹോദരി സഹോദരന്മാർ വൈശാലിയും പ്രജ്ഞാനന്ദയാണ്. ആരാണ്? വൈശാലിയും പ്രജ്ഞാനന്ദയാണ്. പഠിച്ചു വെച്ചേക്കുക കേട്ടോ. ഓക്കെ, ഇനി കൊനേരു ഹംപിക്ക് ശേഷം ഡിഹൽരിക്കും ശേഷം ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടുന്ന ഇന്ത്യൻ വനിത ആരാണ്? ആർ വൈശാലിയാണ്. ആരാണ്? ആർ വൈശാലിയാണ്. ഓക്കെ, ഇനി ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിക്കുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വനിത എന്ന് ചോദിച്ചാൽ ആരാണ്? മൂന്നാമത്തെ, അതും നമ്മുടെ ആർ വൈശാലിയാണ് കേട്ടോ. ആർ വൈശാലിയാണ്. പഠിച്ചു വെച്ചേക്കുക. ആഫ്രിക്കൻ രാജ്യമായ കോങ്കോയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രി. കോങ്കോയുടെ ആരാണ്? നമ്മുടെ ടുലു ചേച്ചിയാണ്. ജൂഡിറ്റ് സുമിൻവ ടുലു കേട്ടോ. ആഫ്രിക്കൻ രാജ്യമായ കോങ്കോയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ആരാണ്? ജൂഡിറ്റ് സുമിൻവ ടുലു ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി ഓസ്ട്രേലിയൻ പ്രൊഫഷണൽ ഫുട്ബോൾ ലീഗിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യൻ താരം എവിടെയാണ്? ഓസ്ട്രേലിയയിലാണ്. ഓസ്ട്രേലിയൻ പ്രൊഫഷണൽ ഫുട്ബോൾ ലീഗിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യൻ താരം. അപ്പൊ ഓസിന് എന്തുണ്ട്? പേരിൽ തന്നെ പന്തുണ്ട്. ഫുട്ബോൾ കളിക്കാൻ ഓസിന് പേരിൽ തന്നെ പന്തുണ്ടെന്ന് കണക്ട് വെച്ചേക്കുക. പന്തോയി ചാനു കേട്ടോ. പന്തോയി ചാനു. ഓക്കെ അല്ലേ? ഇനി ഏഷ്യ കപ്പ് ഫുട്ബോൾ മത്സരം നിയന്ത്രിക്കുന്ന ആദ്യ വനിതാ റഫറി ആരാണ്? ഏഷ്യ കപ്പ് ഫുട്ബോൾ മത്സരം നിയന്ത്രിക്കുന്ന ആദ്യ വനിതാ റഫറി ആരാണ്? യോഷിമി യമാഷി. ആരാണ്? യോഷിമി യമാഷിയാണ്. ഓക്കെ അല്ലേ? ഇനി തുടർച്ചയായി 6 ബജറ്റുകൾ അവതരിപ്പിച്ച ഇന്ത്യയുടെ ആദ്യ വനിതാ ധനമന്ത്രി ആരാണ്? നിർമ്മല സീതാരാമനാണ്. 6ാമത്തെ ബഡ്ജറ്റ് ഏതാണ്? 6ാമത്തെ ബഡ്ജറ്റ് നമ്മുടെ ഇൻട്രീം ബഡ്ജറ്റ് ആണ് കേട്ടോ. ഇടക്കാല ബജറ്റാണ് 6ാമതായിട്ട് അവതരിപ്പിച്ചത്. ഇടക്കാല ബജറ്റാണ് 6ാമതായിട്ട് അവതരിപ്പിച്ചത് കേട്ടോ. അത് പഠിച്ചു വെച്ചേക്കണം. അടുത്ത 6 തവണ ലോക ചാമ്പ്യനാകുന്ന ആദ്യ വനിതാ ബോക്സർ ആരാണ്? 6 തവണ ലോക ചാമ്പ്യൻ ആകുന്നത്. അപ്പൊ നമ്മുടെ നിർമ്മല സീതാരാമൻ എന്താണ് ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ മേരി കോം വന്ന് ഇടി കൊടുക്കുമെന്നും എല്ലാം കണക്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ എന്താണ്? 6 തവണ ലോക ചാമ്പ്യൻ ആകുന്ന ആദ്യ വനിതാ ബോക്സർ ആരാണ്? മേരി കോം ആണ്. ക്ലിയർ അല്ലേ? അടുത്തത് ഇന്ത്യയിലെ ആദ്യ വനിതാ പാപ്പാൻ ആരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പാപ്പാൻ പാർവതി ബറുവ അസമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പാപ്പാൻ ആരാണ്? പാർവതി ബറുവ അസമാണ് കേട്ടോ. പാർവതി ബറുവ അസം പത്മശ്രീ ജേതാവാണ്. ഇനി ആദിവാസി വിഭാഗത്തിൽ നിന്ന് ജഡ്ജി ആകുന്ന ആദ്യ വനിത ആരാണ്? ആദിവാസി വിഭാഗത്തിൽ നിന്ന് ജഡ്ജി ആകുന്ന ആദ്യ വനിത ശ്രീപതിയാണ് കേട്ടോ. ഓക്കെ, ഇനി കരസേനയിലെ ആദ്യ വനിതാ സുബേദാർ ആരാണ്? പ്രീതി രജക് ആണ്. കരസേനയിലെ ആദ്യ വനിതാ സുബേദാർ ആരാണ്? പ്രീതി രജക് ആണ്. പഠിച്ചു വെച്ചേക്കണം. BSFന്റെ ആദ്യ വനിതാ സ്നൈപ്പർ ആരാണ്? BSFന്റെ ആദ്യ വനിതാ സ്നൈപ്പർ സുമൻ കുമാരിയാണ്. അപ്പൊ കരസേനയിലെ ആദ്യ വനിതാ സുബേദാർ. കരയുന്നത് ആരാണ്? പ്രീതി ചേച്ചിയാണ്. അങ്ങനെ ഓർത്തു വെച്ചേക്കുക. കരസേനയിലെ ആദ്യ വനിതാ സുബേദാർ പ്രീതി രജക്.
BSFന്റെ ആദ്യ വനിതാ സ്നൈപ്പറിന്റെ സാ വെച്ച് കണക്ട് ചെയ്യുക സുമൻ കുമാരി കേട്ടോ. ഓക്കെ അല്ലേ? ഇനി റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ 2 തവണ നയിക്കുന്ന ആദ്യ വനിത. അപ്പൊ റിപ്പബ്ലിക് ദിന പരേഡില് നമ്മുടെ ശ്വേതാ മേനോനാണെന്ന് വിചാരിക്കുക. ശ്വേതാ മേനോൻ നല്ല പോലീസ് യൂണിഫോം ഒക്കെ ഇട്ട് ഫ്രണ്ടിൽ നിന്ന് നയിക്കുന്ന സീൻ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ എന്താണ് റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ, അപ്പൊ അവര് പറയും എത്ര പ്രാവശ്യം വേണേലും നയിച്ചോളം പറയല്ലേ. അപ്പൊ എത്രയാണ് 2 തവണ നയിക്കുന്ന ആദ്യ വനിത ആരാണ്? ശ്വേതാ കെ സുഗതൻ, മലയാളിയാണ്. ഓക്കെ, ഇനി CISFന്റെ ആദ്യ വനിതാ മേധാവി. CISFന്റെ ആദ്യ വനിതാ മേധാവി ആരാണ്? നീന സിംഗ് കേട്ടോ, നീന സിംഗ് ആണ്. ഇനി സിയാച്ചിലിൽ നിയമിക്കപ്പെട്ട ആദ്യ വനിതാ സൈനിക മെഡിക്കൽ ഓഫീസർ. സിയാച്ചിലിൽ നിയമിക്കപ്പെട്ട ആദ്യ വനിതാ സൈനിക മെഡിക്കൽ ഓഫീസർ ആരാണ്? ക്യാപ്റ്റൻ ഗീതിക കൗൾ ആണ്. ആരാണ്? ക്യാപ്റ്റൻ ഗീതിക കൗൾ ആണ്. പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അപ്പൊ ക്യാപ്റ്റൻ ഗീതിക കൗൾ ആണ് സിയാച്ചിലിൽ നിയമിക്കപ്പെട്ട ആദ്യ വനിതാ സൈനിക മെഡിക്കൽ ഓഫീസർ. ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത സിയാച്ചിലിൽ സൈനിക മുന്നണിയിൽ നിയമിതയാകുന്ന ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസർ ആരാണ്? സൈനിക മുന്നണിയിൽ നിയമിതയാകുന്ന ആരാണ്? ഫാത്തിമ വസീം ആണ് കേട്ടോ, ഫാത്തിമ വസീം. ഇനി ഇന്ത്യൻ നാവികസേന യുദ്ധക്കപ്പലിലെ ആദ്യ വനിതാ കമാൻഡിംഗ് ഓഫീസർ. ഇവിടെ കമാൻഡ് അതായത് ആജ്ഞ നമ്മൾ പറയുന്നു അല്ലെ. അപ്പൊ ആരുടെയൊക്കെയോ കമാൻഡ്സ് എന്തിനൊക്കെയോ പ്രേരണ നൽകും എന്ന് നിങ്ങൾ കണക്ട് ചെയ്ത് വെച്ചാൽ എന്താണ്? കമാൻഡിംഗ് ഓഫീസർ പ്രേരണ ദിയോസ്തലി കേട്ടോ, പ്രേരണ ദിയോസ്തലി ആണ്. ഇനി സായുധ സേന ഹോസ്പിറ്റൽ സർവീസ് ഡയറക്ടർ ജനറൽ പദവിയിലെത്തിയ ആദ്യ വനിതാ ഓഫീസർ ആരാണ്? സായുധ സേന ഹോസ്പിറ്റൽ സർവീസ് ഡയറക്ടർ ജനറൽ പദവിയിലെത്തിയ ആദ്യ വനിതാ ഓഫീസർ ആരാണ്? സാധന സക്സേന നായർ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയ സാധനം ഉണ്ടോ ഹോസ്പിറ്റലിൽ, സാധനം ഒക്കെ ഉണ്ടോ എന്ന് നോക്കണം. അപ്പൊ സാധന സക്സേന കേട്ടോ. ഇനി ലോക ബാങ്കിന്റെ ഗ്ലോബൽ എൻവയോൺമെന്റ് ഫെസിലിറ്റിയുടെ ഇൻഡിപെൻഡന്റ് ഇവാലുവേഷൻ ഓഫീസർ ഡയറക്ടർ ആയിട്ട് മാറിയ ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധ അല്ലെങ്കിൽ നിയമിതയായ ആദ്യ വനിത എന്നൊക്കെ ചോദിച്ചാൽ ആരാണ്? ഗീതാ ബത്രയാണ് കേട്ടോ. ലോക ബാങ്കിന്റെ ഗ്ലോബൽ എൻവയോൺമെന്റ് ഫെസിലിറ്റിയുടെ ഇൻഡിപെൻഡന്റ് ഇവാലുവേഷൻ ഓഫീസർ ആകുന്ന ആദ്യ വനിത അല്ലെങ്കിൽ അങ്ങനെ നിയമിതയാവുന്ന ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധ എന്ന് ചോദിച്ചാരാണ്? ഗീതാ ബത്രയാണ്. ഓക്കെ അല്ലേ? ഇനി WTOയുടെ സെക്രട്ടറി ജനറൽ ആകുന്ന ആദ്യ വനിത. WTO എന്ന് പറഞ്ഞാൽ എന്താണ്? വേൾഡ് ട്രേഡ് അല്ലെ, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അല്ലേ, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആണ് WTO. അപ്പൊ ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേല അല്ലേ, ആ പേര് തന്നെ ഉണ്ട് വേല. എങ്കോസി ഒഗോഞ്ചോ ഇവേല. എന്താണ്? എങ്കോസി ഒഗോഞ്ചോ ഇവേല എന്നാണ് പേര്. ഇനി രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിൽ. ഓക്കെ, രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിൽ നിയമിക്കപ്പെടുന്ന ആദ്യ നിഷ്പക്ഷ വനിതാ അമ്പയർ. രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിൽ നിയമിക്കപ്പെടുന്ന ആദ്യത്തെ നിഷ്പക്ഷ വനിതാ അമ്പയർ ആരാണ്? സൂ റെഡ്ഫേൺ. ആരാണ്? സൂ റെഡ്ഫേൺ ആണ്. ഓക്കെ, ഇനി ഏഷ്യൻ ഗെയിംസിൽ ജാവലിൻ ത്രോയിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം. ജാവലിൻ ത്രോയിൽ നമ്മൾ നീരജ് ചോപ്രേനെയാണ് എപ്പോഴും പഠിക്കുന്നത് അല്ലേ. ജാവലിൻ ത്രോ എന്ന് പറഞ്ഞിട്ട് ഒരു കായിക താരം പറയുകയാണെങ്കിൽ അത് എപ്പോഴും നീരജ് ചോപ്ര ആയിരിക്കും, ഇന്ത്യൻ ആണെങ്കിൽ. ഇനി അവിടെ വനിത ചോദിച്ചത് ആരാണ്? അന്നു റാണിയാണ് കേട്ടോ, അന്നു റാണിയാണ് പഠിച്ചു വെച്ചേക്കുക. ഏഷ്യൻ ഗെയിംസിൽ ഗോൾഫിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ഗോൾഫില് നമ്മുടെ അതിഥി അശോകാണ്. നിങ്ങൾ ഇങ്ങനെ ഓർത്ത് വെച്ചേക്കുക, ഗൾഫിൽ നിന്ന് വരുന്ന ആൾക്കാർ എപ്പോഴും നമുക്ക് അതിഥികളല്ലേ, അങ്ങനെ ആലോചിച്ചാൽ മതി. ഗൾഫ് വെച്ച് കണക്ട് ചെയ്യണം കേട്ടോ. അടുത്ത ഒഡീഷ നിയമസഭയുടെ ആദ്യ വനിതാ സ്പീക്കർ ആരാണ്? ഒഡീഷ നിയമസഭയുടെ ആദ്യ വനിതാ സ്പീക്കർ പ്രമീള മാലിക്കാണ് കേട്ടോ, പ്രമീള മാലിക്കാണ് ഒഡീഷ നിയമസഭയുടെ ആദ്യ വനിതാ സ്പീക്കർ. ഓക്കെ, ഇനി യൂറോപ്യൻ വനിതാ ഫുട്ബോൾ ചാമ്പ്യൻസ് ലീഗിൽ ഗോൾ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാരാണ്? മനീഷ കല്യാണാണ്. യൂറോപ്യൻ വനിതാ ഫുട്ബോൾ ചാമ്പ്യൻസ് ലീഗിൽ ഗോൾ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാരാണ്? മനീഷ കല്യാണാണ്. ഓക്കെ അല്ലേ? ഇനി ചെസ്സിൽ വുമൺ ഇന്റർനാഷണൽ മാസ്റ്റർ പദവി ലഭിക്കുന്ന കേരളത്തിലെ ആദ്യ വനിത. ചെസ്സിൽ വുമൺ ഇന്റർനാഷണൽ മാസ്റ്റർ പദവി ലഭിക്കുന്ന കേരളത്തിലെ ആദ്യ വനിത ആരാണ്? നിമ്മി ജോർജ് ആണ് കേട്ടോ, നിമ്മി ജോർജ് ആണ്. ഇനി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ പുരുഷ മത്സരങ്ങൾ നിയന്ത്രിക്കുന്ന ആദ്യ വനിതാ റഫറി. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ
പുരുഷ മത്സരങ്ങൾ നിയന്ത്രിക്കുന്ന ആദ്യ വനിതാ റഫറി ആരാണ്? റബേക്ക വെൽഷ് ആണ്. ആരാണ്? റബേക്ക വെൽഷ് ആണ്. ഏഷ്യൻ പാരാ ഗെയിംസിൽ ഒരു പതിപ്പിൽ 2 സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ വനിത. ഏഷ്യൻ പാരാ ഗെയിംസിൽ ഒരു പതിപ്പിൽ 2 സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ശീതൾ ദേവിയാണ്. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ ബഹിരാകാശത്തേക്ക് സഞ്ചരിക്കുന്ന ആദ്യ പാകിസ്ഥാനി വനിത ആരാണ്? ബഹിരാകാശത്തേക്ക് സഞ്ചരിക്കുന്ന ആദ്യ പാകിസ്ഥാനി വനിത നമീറ സലിമാണ്. ആരാണ്? നമീറ സലിം. ഏഷ്യൻ ഗെയിംസിൽ 5000 മീറ്റർ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം. 5000 മീറ്റർ സ്വർണം നേടുന്നത് പരുൾ ചൗധരി. ആരാണ്? പരുൾ ചൗധരിയാണ്. ഏഷ്യൻ ഗെയിംസിൽ 5000 മീറ്റർ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ആരാണ്? പരുൾ ചൗധരിയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ നല്ല രീതിയിൽ പഠിക്കുക, റിവിഷൻ ചെയ്യുകയാണ്. അപ്പൊ നിങ്ങൾ ഇന്ന് പഠിക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ തന്നെ പഠിച്ചു വെക്കണം. ഇനി പഠിക്കാനായിട്ട് മറ്റൊരു സമയം നിങ്ങൾ മാറ്റി വെക്കരുത് കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.